പെരുന്നാൾ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായെങ്കിലും ഇപ്പോഴാണ് കേട്ടോ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ആദ്യം തന്നെ രാവിലെ കുട്ടികളെ പറഞ്ഞയക്കുന്നതിന് മുന്നേ മട്ടൻ ആദ്യം ഞാൻ വേവിക്കാൻ വെച്ചു. പിന്നെ കുട്ടികളൊക്കെ പള്ളിയിൽ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളി അരിയാൻ തുടങ്ങി. പറഞ്ഞാൽ അയാൾക്ക് കൂടുതൽ പറയാം. ഉള്ളി അരിഞ്ഞിട്ട് എനിക്ക് വയ്യ. 10 വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സിമ്മിലിടുക, ഒരു 2 വീട്ടിലിടുക. ഇനി ഇത് ചോപ്പ് ചെയ്തിട്ട് വരാം. ചോപ്പല്ല, സ്ലൈസ് ചെയ്തിട്ട് വരാം. ഉള്ളി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും തക്കാളിയാണല്ലോ. തക്കാളിയും പച്ചമുളകും ഓരോന്നോരോന്നായി അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. ഇനി ചെറുനാരങ്ങ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യരുത്. ഇന്നൊക്കെ ഫ്ലോപ്പാണ്. അതെ, ആദ്യമായിട്ട് പെരുന്നാൾക്ക് മെനക്കെട്ട് മാറ്റി ഒരുങ്ങിയിട്ട് വീഡിയോ എടുക്കണ ആ ഒരു ഇതായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നോക്കണ്ട പണി, ചെറിയ കഷ്ണങ്ങളായാലും എന്താ പിഴിയാൻ നല്ല എളുപ്പമാണ്. മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ട സാധനമാണ് കറിവേപ്പില. അങ്ങനെ എല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉള്ളി ആദ്യം മൊരിയിച്ചെടുക്കണം. കുറേശ്ശെ ആയിട്ട് ചെയ്താൽ മതി. ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് കോരി മാറ്റി വെച്ച് അതേ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്ത് കോരി മാറ്റി വെക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അരി കഴുകി അടുപ്പത്തിട്ടാം. അതിൽ ചെറുനാരങ്ങ, ഉപ്പ്, സ്പൈസസ് ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് അരി വേവിക്കാൻ വെക്കാം. അപ്പോൾ അരി അവിടെ വേവാൻ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുഞ്ഞിനൊക്കെ ഒന്ന് കുളിപ്പിച്ച് മാറ്റി. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിച്ചാണ് കേട്ടോ. പക്ഷേ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ അകത്താക്കി നമ്മൾ അവളെ മാറ്റി കൊടുത്തു. അവൾ എന്നെ പോലെയാണ് കേട്ടോ. പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവൾക്ക്. അങ്ങനെ മോളിനെ ഒരുക്കി കഴിഞ്ഞ് നമുക്കിനി വീണ്ടും ബിരിയാണിയിലേക്ക് തന്നെ പോകാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴറ്റി, അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് വഴറ്റി, അതിലേക്ക് കാരമലൈസ്ഡ് അണിയനും ഹാഫ് കുക്ക്ഡ് മട്ടനും കൂടി ചേർത്ത് അതിലേക്ക് തൈര്, ഗരം മസാല, മല്ലിച്ചപ്പ്, പുതിന ഇട്ട് പിന്നെ നമ്മൾ വെന്ത അരിയും കൂടെ ഇട്ട് ലെയർ ചെയ്തിട്ട് നമുക്ക് ദമ്മിടാം. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നമ്മളെത്ര തന്നെ ബിരിയാണി വെച്ചാലും നമ്മളെ ഉമ്മമാരുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും നമ്മളെ ബിരിയാണിക്ക് ഉണ്ടാവില്ല കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് നിർബന്ധമാണല്ലോ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം. അതന്നെ, ഒന്ന് മയണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോകും. അങ്ങനെ അന്നത്തെ പെരുന്നാളും കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.